നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. വമ്പന്മാരുടെ സ്റ്റംപിളക്കി വാഷിംഗ്ടൺ സുന്ദർ, ജോ റൂട്ട്, ബെൻ സ്റ്റോക്സ്, ജെയ്മി സ്മിത്ത്, ഇംഗ്ലണ്ടിൻ്റെ പ്രധാന ബാറ്റർമാരുടെ സ്റ്റംപിളക്കി കളഞ്ഞു വാഷിംഗ്ടൺ സുന്ദർ. ഒടുവിൽ അവസാന വിക്കറ്റ് ഷോയിബ് ബാഷിറിൻ്റെ സ്റ്റംപിളക്കിയതും അദ്ദേഹം തന്നെയാണ്. 4 വിക്കറ്റുകൾ അദ്ദേഹം പിഴുതെടുത്തു. അങ്ങനെ ഇംഗ്ലണ്ടിൻ്റെ രണ്ടാം ഇന്നിങ്സ് 192 അവസാനിച്ചു. അതായത് മൂന്നാം ടെസ്റ്റ് ഇന്ത്യക്ക് വിജയിക്കാൻ 193 റൺസ് വിജയലക്ഷ്യം. 4-ാം ദിവസത്തെ 3-ാം സെഷൻ്റെ കളി പുരോഗമിക്കുകയാണ്. ഇംഗ്ലണ്ട് ഇതാ 192 റൺസിന് ഓൾ ഔട്ടായിരിക്കുന്നു. ആദ്യ ഇന്നിങ്സിൽ 2 ടീമും 387 റൺസാണല്ലോ അടിച്ചിരുന്നത്. ഇംഗ്ലണ്ടിൻ്റെ രണ്ടാം ഇന്നിങ്സ് ഇന്നലത്തെ ആ ഒറ്റ ഓവർ ഹൈ ഡ്രാമയിൽ അവസാനിച്ച ഒറ്റ ഓവർ 2 റൺസാണ് ഇന്നലെ അവർ സ്കോർ ചെയ്തത്. അതിനുശേഷം ഇന്ന് ഡക്കറ്റും ക്രോളിയും കളി പുനരാരംഭിച്ച് 22 റൺസിലേക്ക് അവരുടെ സ്കോർ കാർഡ് എത്തിയപ്പോഴേക്കും ഡക്കറ്റ് മടങ്ങിയിരുന്നു. മുഹമ്മദ് സിറാജിൻ്റെ പന്തിൽ ജസ്പ്രീത് ബൂംറ പിടിച്ച് മടങ്ങിയ ഡക്കറ്റ് 12 റൺസ് മാത്രമാണ് എടുത്തത്. ഒലി പോപ്പ് പിന്നാലെ 4 റൺസ് മാത്രം എടുത്ത ഒലി പോപ്പിനെ മടക്കി വിടുന്നു മുഹമ്മദ് സിറാജ്. കഴിഞ്ഞില്ല സാക്രോളിക്കും മടക്ക ടിക്കറ്റ്. ഇത്തവണ നിതീഷ് കുമാർ റെഡ്ഡിയാണ് വിക്കറ്റ് എടുത്തത്. 49 പന്തിൽ നേരിട്ട് 22 റൺസാണ് സാക്രോളി എടുത്തിരുന്നത്. ജോ റൂട്ട് ഒരു ഭാഗത്ത് നിലയുറപ്പിക്കുന്നു. എന്നാൽ ഹാരി ബ്രൂക്ക് 19 പന്തിൽ 23 റൺസ് അടിച്ച് ആകാശ് ദീപിൻ്റെ പന്തിൽ പുറത്താകുന്നു. 4 4ഉം 1 6ഉം അദ്ദേഹം സംഭാവന ചെയ്തിരുന്നു. റൂട്ടിനൊപ്പം സ്റ്റോക്സ് അവർ മുന്നോട്ട്. അതിനിടക്ക് ആ വിക്കറ്റുകൾ കൂടി വീഴ്ത്തുന്നു മനോഹരമായിട്ട് വാഷിംഗ്ടൺ സുന്ദർ. റൂട്ടിനെ പറഞ്ഞു വിട്ടത് 40 റൺസിലെത്തി നിൽക്കവേ, സ്റ്റോക്സിനെ പറഞ്ഞു വിട്ടത് 33 റൺസിലെത്തി നിൽക്കവേ, ജെയ്മി സ്മിത്തിനെ 8 റൺസിനും അദ്ദേഹം തന്നെ മടക്കി വിട്ടു. വാഷിംഗ്ടൺ സുന്ദർ കളി ഇന്ത്യയുടെ കയ്യിലേക്ക് കൊണ്ടുവരികയായിരുന്നു. പിന്നാലെ വോക്സും കാഴ്സും മടങ്ങുന്നു. ജസ്പ്രീത് ബൂംറയാണ് 2 പേരെയും മടക്കി വിടുന്നത്. വോക്സ് 10 റൺസ് അടിച്ചപ്പോൾ കാഴ്സ് 1 റൺസാണ് അടിച്ചത്. അവസാന വിക്കറ്റ് ബാഷിറിനെ 2 റൺസിനും മടക്കി വിട്ടതും വാഷിംഗ്ടൺ സുന്ദർ. സോ 4 വിക്കറ്റ് വാഷിംഗ്ടൺ സുന്ദർക്ക്. ബൂംറയ്ക്കും സിറാജിനും 2 വീതം വിക്കറ്റുകൾ. നിതീഷ് കുമാർ റെഡ്ഡിയും ആകാശ് ദീപും ഓരോ വിക്കറ്റും വീഴ്ത്തിയപ്പോൾ ഇംഗ്ലണ്ട് ഇതാ 192 റൺസിന് ഓൾ ഔട്ടായിരിക്കുന്നു. ഇന്ത്യയുടെ വിജയലക്ഷ്യം 193. ഇനി ഇന്നത്തെ ബാക്കിയുള്ള ഓവറുകളുണ്ട്. അതുകൂടാതെ നാളത്തെ 3 സെഷനുകളുമുണ്ട്. ടീം ഇന്ത്യക്ക് വിജയം കയ്യെത്തും ദൂരത്താണ്. പക്ഷേ 5-ാം ദിവസം കളി അത്ര സുഖകരമാവില്ല എന്നറിയാം. എന്നാൽ പോലും ഒരു പോസിബിലിറ്റി നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. ശുഭ്മൻ ഗില്ലും സംഘവും ചരിത്രത്തിന് തൊട്ടരികിലാണ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്റ്റോക്സ് എടുത്താം.